എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കുറേ കാലം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു സ്വപ്നം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അത് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ കൊണ്ട് പലപ്പോഴും അതിനുള്ള അവസരങ്ങൾ നീണ്ടു പോയി. എന്നാലും എപ്പോഴാണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് ആ സമയത്ത് അത് നടക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സാവധാനത്തിൽ മുമ്പോട്ട് നടന്നു. അങ്ങനെ എല്ലാ പരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ട് ഈ കാര്യം സാധിച്ചു. വാസ്തവത്തിൽ എല്ലാത്തിനും ഒരേ ഒരു വഴി എന്താ? ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയും, ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. പൂർണ്ണമായ ശാന്തി ഉണ്ടാവുന്നത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് ആണ് ഭാഗവതം. വാസ്തവത്തിൽ ഭാഗവതം മുഴുവൻ തന്നെ ആ ഒരു സുഭാഷിതത്തിന്റെ വലിയ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്നുള്ളത് പ്രഹ്ലാദൻ പോലും പറഞ്ഞിട്ടുണ്ട്. നരസിംഹമൂർത്തിയുടെ മുമ്പിൽ ഒരു ഗുണവുമില്ലാത്ത ആളാണ് ഞാൻ എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. അവിടുന്നാണെങ്കിൽ ഉഗ്രജാതനാണ്. ഉഗ്രജാതൻ എന്ന് വെച്ചാൽ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ആളാണ്. പ്രഹ്ലാദനും ഒരു ഉഗ്രജാതനാണ്, അസുരവംശത്തിൽ ജനിച്ച ആളാണ്. അപ്പൊ അങ്ങനെ അസുരവംശത്തിൽ ജനിച്ച ഞാൻ ഉപനിഷത്ത് പ്രതിപാദ്യനായ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രീഭൂതമായെങ്കിൽ അതിന് കാരണം എന്താ? ഋഷേര അനുഗ്രഹ, അടിയന്റെ ഗുരുനാഥൻ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹമാണ് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതു തരത്തിൽ നോക്കിയാലും ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം. ആ ഗുരുവിന്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതനാവണമെങ്കിൽ അതിന് വേണ്ടത് ഭഗവാന്റെ കൃപയാണ്. അപ്പോ എല്ലാ പ്രയത്നങ്ങളും ഭഗവാന്റെ കൃപയ്ക്കാണ് എന്ന് വിചാരിച്ച് ആ കൃപാസാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോന്നും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നല്ല ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താ? ഗുരുവിന്റെ ഒരു അനുഗ്രഹം കിട്ടലാണ്. നല്ല ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥൻ നമ്മുടെ ശിരസിൽ കൈവച്ച് തത്വമസി എന്നുള്ള മഹാവാക്യം ഉപദേശിക്കുമ്പോൾ നമ്മൾ അതായി മാറും. ആ നിമിഷത്തിൽ ഒരു ഗ്യാപ്പില്ലാതെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടും ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നിത്യവും പ്രാർത്ഥിക്കണം. സകല ഗുരുനാഥന്മാരെയും എന്നും നമസ്കരിക്കണം. അങ്ങനെ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ തന്റെ ഗുരുവിനെ അന്വേഷിച്ച് എത്രയോ ദൂരം പോയിട്ടാണ് തന്റെ ഗുരുനാഥനെ കണ്ടെത്തിയത്. അപ്പൊ അതേപോലെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുരുനാഥന്മാര് എവിടെയൊക്കെയോ ഉണ്ട്. എപ്പോഴാണോ നമുക്കതിന് അവസരം വരുന്നത് ആ സമയത്ത് അവര് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ആ ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിൽ പ്രകടമാവും. ഇതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും